മണിപ്പൂരിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരിക്കുകയാണ്. അതെന്തേ അങ്ങ് മണിപ്പൂരിൽ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങ് കേരളത്തിൽ പ്രളയക്കെടുതിക്കിടയിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യവും വന്നു കഴിഞ്ഞാൽ ഉത്തരമുള്ളത്, അവർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ഓഗസ്റ്റ് 15-നല്ല, മറിച്ച് ഓഗസ്റ്റ് 14-നാണ്. അതാണ് ഇവിടെ വിഷയം. ഓഗസ്റ്റ് 14-ന് മണിപ്പൂരിലെ നാഗ വിഭാഗക്കാർ നാഗ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിക്കുകയും അവിടെ നാഗയുടെ ദേശീയ പതാക ഉയർത്തുകയും നാഗയുടെ ദേശീയ ഗാനം ആലപിക്കുകയും ഒരേ ലക്ഷ്യം ഒരേ ഭാഗധേയം എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി അവർ ശക്തമായ രീതിയിൽ വലിയ ജനക്കൂട്ടത്തിനിടയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ സേനാപതി ജില്ലകളിൽ സംഘടിപ്പിച്ചിരുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിനേക്കാൾ ശക്തമായിരുന്നു എന്ന് പറയാനുള്ള കാരണം വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ. അപ്പോൾ അവരുടെ മുദ്രാവാക്യം ഒന്ന് ശ്രദ്ധിക്കുക, ഒരേ ലക്ഷ്യം ഒരേ ഭാഗധേയം എന്നുള്ളതാണ്. എന്താണ് ഇത് അർത്ഥം വെക്കുന്നത്? ഇവിടെ സംഘപരിവാരുകാർ ഒരു രാജ്യം ഒരു പതാക ഒരു നിയമം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പും 35A എടുത്തു കളഞ്ഞപ്പോൾ ന്യായീകരണവുമായി വന്നത് ഈ വാക്കുകൾ കൊണ്ടാണ്. അത്തരക്കാർ നാഗാ വിഭാഗക്കാർ മണിപ്പൂരിൽ ഇന്ത്യയുടെ ദേശീയ പതാകക്ക് പകരം നാഗാലാൻഡിന്റെ പതാക ഉയർത്തിയപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് പകരം നാഗാലാൻഡിന്റെ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇനി നാഗാ വിഭാഗക്കാർക്കിടയിൽ തീവ്രവാദികളില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, മുതുകാട് എന്ന മജീഷ്യന്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് അദ്ദേഹം പറയുന്ന ഒരു അനുഭവം നിങ്ങൾ കേൾക്കുക. വേണമെങ്കിൽ പബ്ലിക് കേരള അത് വ്യക്തമായി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ നാഗാ വിഭാഗക്കാർക്കിടയിൽ ഇന്ത്യയുടെ ദേശീയ പതാക കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വലിയ ചൊറിച്ചിലാണ്. അതവർ മാറ്റുന്നത് ദേശീയ പതാക കത്തിച്ചുകൊണ്ടാണ്, പരസ്യമായി കത്തിച്ചുകൊണ്ടാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം കേട്ട് കഴിഞ്ഞാൽ അത് ആലപിച്ച ആളുകളെ തേടി പിടിച്ചുകൊണ്ട് മർദ്ദിക്കുന്നവരും ഈ നാഗാ വിഭാഗക്കാർക്കിടയിലുണ്ട്. കശ്മീരിന്റെ 370-ാം വകുപ്പും 35A എടുത്തു കളഞ്ഞ് വീരവാദം മുഴുക്കുന്ന അമിത്ഷയോട് ഒരു ചോദ്യമുണ്ട്. നാഗാ വിഭാഗക്കാരുടെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ? വെല്ലുവിളിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.